Assalamualaikum dear friends, welcome back to Shami's Curry World. ഇന്ന് ഞാൻ എന്നത്തെയും പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല കിട്ടിലൻ ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറുപയർ വെച്ചിട്ടാണ് ഈ മധുരം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചെറുപയറൊന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ തേങ്ങാപ്പാലൊന്നും എടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പശുവും പാലും ചെറുപയറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഈ മധുരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ പാനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പയറൊന്ന് ഗോൾഡൻ നിറമായി കിട്ടണം. അത് നമ്മുടെ ചെറുപയർ പരിപ്പ് എല്ലാവരുടെ വീട്ടിലുള്ളതാണ്, എപ്പോഴും ഉള്ളതാണ് നമ്മുടെ ചെറുപയർ പരിപ്പ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പയർ വറുക്കുമ്പോൾ നമ്മുടെ ഈ മധുരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് മാത്രമല്ല ഈ പയറിൻ്റെ പച്ചക്കുത്തലൊക്കെ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പയർ എടുക്കുമ്പോൾ അതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് വേണം നമുക്ക് ഇതുപോലെ വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള നല്ല പയറുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞെല്ലാം എടുത്തതിന് ശേഷം ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ അതാ ഗോൾഡൻ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച പയർ ഇട്ട് കൊടുക്കാം. ഇനി ഈ പയറിലോട്ട് നമുക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പയറൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളം ഒഴിച്ച് പയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പയർ വെന്തുടഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് 4 വിസിൽ നമുക്ക് കേൾക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പയർ കുക്കറിൽ വേകുന്ന സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓൺ ആക്കി ഒരു സോസ് പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മധുരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാലൊന്നും എടുക്കുന്നില്ല. നമ്മൾ സാധാരണ പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ലിറ്റർ പാല് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊന്ന് എടുക്കാനൊക്കെ എല്ലാവർക്കും പാടല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല കിടിലൻ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പാലൊന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നമ്മൾ കുറുക്കിയെടുക്കണം. ഈ 2.5 ഗ്ലാസ് പാൽ, 1/2 ലിറ്റർ പാലിന് നമുക്കൊരു 2 ഗ്ലാസ് പാലാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പാൽ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 മിനിറ്റും കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ പാലൊന്ന് വറ്റിച്ച് ഒരു 2 ഗ്ലാസ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പാല് 2.5 ഗ്ലാസ് ആണ്. അതിനെ നമ്മൾ 2 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ പാലെടുക്കുമ്പോൾ അത്ര കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ നല്ല കട്ടിക്ക് പാല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ മധുരം നല്ല കുറുകി നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പാലൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ വറ്റിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പൊങ്ങിക്കളയാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് 3 മിനിറ്റ് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് പാൽ ഒഴിച്ച് വെക്കുകയാണ്. ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാലിതാ വറ്റിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പയറിതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ 4 വിസിൽ കേട്ടപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം ഈ പയർ. എന്നാൽ മാത്രമേ നമ്മുടെ ഈ മധുരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ചിലർക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഓരോ പയറിന് വേവ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ്സാണ് ഒഴിച്ചിട്ടുള്ളത്. ചില പയറിന് 2 ഗ്ലാസ് ഒഴിച്ചാൽ മതി. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക. അപ്പോൾ പയർ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയെല്ലാം ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ശർക്കരയാണ്. ഹെൽത്തിന് നല്ലതായിട്ടുള്ള ശർക്കര, അതും പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അതും 1.25 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. പഞ്ചസാരയെക്കാളും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ശർക്കരയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ശർക്കര വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. ഞാനിവിടെ കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. ഇനി ഉരുകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ശർക്കര പൊടിച്ച് ചേർത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉരുക്കി കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ള ശർക്കര എടുത്താലും മതി. അപ്പം നമ്മുടെ കറുത്ത ശർക്കര ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കളറും കിട്ടും, അതുമാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ.
അപ്പോൾ ശർക്കര വേഗം തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് നമ്മുടെ കട്ടകളെല്ലാം ഒന്ന് അലിഞ്ഞ് വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കണം. ഞാനിപ്പോൾ അരിച്ചൊഴിക്കാൻ പോവേണം. മണ്ണും പൊടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ശർക്കര അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളും സ്റ്റീലിൻ്റെ അരിപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ശർക്കര അരിച്ചൊഴിക്കുമ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ എടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് എടുത്താൽ പെട്ടെന്ന് തന്നെ ഉരുകിപ്പോകും. അപ്പോൾ ചൂടോടുകൂടിയാണല്ലോ നമ്മുടെ ശർക്കര അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് കളയാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ, ആദ്യം ഞാനിവിടെ 1 കപ്പ് പയറെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം 4 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലോണം വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 4 വിസിൽ കേട്ടതിന് ശേഷം വേവിച്ച് നമ്മൾ മാറ്റി വെച്ചു. രണ്ടാമതായി പാല്, 1/2 ലിറ്റർ പാല് നമ്മൾ 2.5 ഗ്ലാസ് പാലാണ്, അത് 2 ഗ്ലാസ് ആക്കി നമ്മൾ വറ്റിച്ച് മാറ്റി വെച്ചു. മൂന്നാമതായിട്ട് 1.25 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച് ഉരുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് കുറച്ചൊന്ന് ഉടച്ചെടുത്ത പയറാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പയർ നമ്മൾ ഉടച്ച് കുറച്ച് എല്ലാം മുഴുവനും ഉടയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈ മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് പയറും നമ്മുടെ ശർക്കര പാനിയും കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പയറും നമ്മുടെ ശർക്കര പാനിയും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് 3 മിനിറ്റ് കുറുകി വരട്ടെ. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ പൊടിച്ച് ഇട്ടതാണ്. ഓൾറെഡി റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്, നമുക്ക് കടയിൽ നിന്ന് മേടിച്ച റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്. അതും കൂടി ഇടുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഈ മധുരത്തിന്. ഇടയ്ക്കിടയ്ക്ക് ഈ മധുരം കഴിക്കാൻ നേരത്ത് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോൾ നമ്മൾ ശർക്കരയും പാലും വെച്ചിട്ടുള്ള മധുരം തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പാല് തിളപ്പിച്ച് മാറ്റി വെക്കണം. ശർക്കരയും പാലും ഒരുമിച്ച് ചേർക്കാൻ പാടില്ല, എന്നാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശർക്കര ഇതുപോലെ വറ്റിച്ചതിന് ശേഷം പാല് ചേർത്ത് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല, പിരിഞ്ഞൊന്നും പോകത്തില്ല. വറ്റിച്ച് മാറ്റി വെച്ച പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുറുകിയ പാല് ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക ഒന്ന് തല്ലിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളച്ച് കുറുകി വരണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു 2 മിനിറ്റ് മതിയാവും. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി കിട്ടില്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിൽ പയറും പാലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് തേങ്ങാപ്പാലെടുത്ത് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലോ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പാല് ചേർത്ത് അതിനേക്കാളും കൂടുതൽ ടേസ്റ്റിലാണ് നമുക്ക് ഇത് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ മധുരം അതിനേക്കാളും കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 1 മിനിറ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് വരണം നമുക്ക്. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് മാത്രം നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരുപാട് അങ്ങ് കുറുകി പോവേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും കുറച്ചും കൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മധുരം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് അലങ്കാര പണികളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണല്ലോ തേങ്ങ എന്ന് പറയുന്നത്. പച്ച തേങ്ങയാണ്. കൊപ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഞാൻ പച്ച തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കിസ്മിസും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കൊപ്ര മാത്രം നമുക്ക് എടുത്താൽ മതി. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ നെയ്യിൽ കിടന്ന് ഇതെല്ലാം റോസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ മധുരത്തിൽ കിടന്ന് കഴിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. അപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇതോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മധുരത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുക്കുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറും പാലും വെച്ചിട്ടുള്ള അടിപൊളി മധുരം എന്താ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നമ്മുടെ ചെറുപയർ വെച്ചിട്ട് അപ്പം നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ചെറുപയറും പാലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അപാര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്പൂണിലൊന്ന് കോരി കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കഴിക്കാൻ അതിനേക്കാളും നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ തന്നെ നല്ല കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ, ഇപ്പം തന്നെ കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കോളൂ. നമ്മളെ വീട്ടിൽ പയറും പാലും എപ്പോഴും ഉള്ളതാണ്. വേഗം പോയി ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്